നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായം അതിസുന്ദരമന്തഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതപ്രേമികളായ ഏവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭാഗവത ബന്ധുക്കളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സമയത്തിലെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പരമപവിത്രമായ ഈ ഒരു ധാമത്തിൽ സദാ ഭാഗവത ധ്വനികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ധാമം, മള്ളിയൂരെന്ന ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ക്ഷേത്രത്തിൽ, ഈ ഒരു യജ്ഞശാലയിൽ ഒന്നും അറിഞ്ഞിട്ടല്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് ഇരിക്കാനുള്ളൊരു അതൊരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് പ്രിയ ബന്ധുക്കളായ നിങ്ങളോടൊന്ന് സംവദിക്കുന്നു എന്ന് മാത്രം. ആദ്യമേ പറയട്ടെ, ഒരു പ്രഭാഷണമായിട്ട് കരുതരുത്. എന്താച്ചാൽ ഈ പ്രഭാഷണം എന്ന ആ വാക്കിന് പ്രഹർഷേണയുള്ള ഭാഷണം എന്നാണ്, വിശേഷേണയുള്ളതായിരിക്കുന്ന വാക്കുകളാണ്. അപ്പം അങ്ങനെ കരുതണ്ട. നമ്മൾ സാധാരണ വർത്തമാനം പറയണതായിട്ട് മാത്രം കരുതിയാൽ മതി. പക്ഷേ ഈ സാധാരണ വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈശ്വര സംബന്ധിയായിട്ടുള്ള സംഗതികൾ, ഭാഗവത സംബന്ധിയായിട്ടുള്ള സംഗതികൾ അത്രമാത്രം. ഭഗവാന്റെ പ്രേയസികളാണ് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ. ആ ഗോപികളെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാന് പോലും സത്യത്തിൽ അത് പറ്റാറില്ല. കണ്ണുകൾ നിറയും. ഒന്നും പറയാൻ കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ഭഗവാൻ എത്തുക. എന്താച്ചാൽ വെറും ഗോപികൾ എന്ന് ഭഗവാൻ ഈ ഗോപീജനങ്ങളെ വിശേഷിപ്പിക്കാറുമില്ല. എൻ്റെ ഗോപികൾ, എൻ്റെ പ്രേയസികൾ എന്നേ പറയുള്ളൂ. ഇപ്പോൾ രാമായണത്തിൽ ഹനുമാനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഒന്നേ പറയാനുള്ളൂ, മമ മാരുത, എൻ്റെ ഹനുമാൻ. എൻ്റെ സീത എന്ന് പോലും പറയാത്ത ആളാണ്. എൻ്റെ സീത, എൻ്റെ ലക്ഷ്മണൻ എന്നും പോലും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഹനുമാൻ. അപ്പോൾ എൻ്റെ, അതായത് ഭഗവാന്റെ എന്ന ആ ഭാവത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, ഒരു ഏകാന്ത ഭക്തി ഉണ്ടാവണം. യാതൊരു സംശയവും വേണ്ട, ഭാഗവതകൾ തന്നെയാണ് അവർ, ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാകുന്നു ഈ വൃന്ദാവനത്തിലെ ഗോപീജനങ്ങൾ. ഇവർക്ക് ഒരു ക്ഷണം പോലും, സത്യം പറഞ്ഞാൽ ഒരു ക്ഷണം പോലും ഭഗവാനെ വിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
ഏത് സമയത്തും ഭഗവത് ചിന്തനം മാത്രം. അവരിടയ്ക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മറന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നാ, എങ്ങനെയെങ്കിലും ഒന്ന് മറന്നിരുന്നുവെങ്കിൽ. പക്ഷെ അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല. ഇതാണ് ആ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത്. ആ ഭഗവാനായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, ആ കൃഷ്ണസ്വരൂപമായിട്ട് ഒരു ചേർച്ച വന്നു കഴിഞ്ഞാൽ, അത് ഏത് വിധത്തിലായാലും വേണ്ടില്ല, പിന്നെ വേണ്ടാച്ചാലും കളയാൻ പറ്റാത്തതായിരിക്കുന്ന ഒന്നാണ് ആ സ്വരൂപം, ആ ഒരു നാമം എന്നുള്ളതാണ്. ഭക്തർ പാടാറുണ്ട്, ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ. എപ്പോഴെങ്കിലും ഒരിക്കലെടുത്ത് ധരിക്കാൻ മാത്രമേ പ്രയാസമുള്ളൂ. അങ്ങനെതാ നമ്മളൊക്കെ ഇങ്ങനൊരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും ഇത് വേണ്ടാക്കാൻ ഇനി പറ്റില്ല അല്ലേ? എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഇനി ഭാഗവതം തുടരുത് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് ആ ഒരു കൃഷ്ണമഹിമ എന്ന് പറയുന്നത്. ഇവർ പറയണം, എന്ത് കണ്ടു കഴിഞ്ഞാലും ഈ കൃഷ്ണനെയാണ് അത്ര ഓർമ്മ വരുന്നത്. നല്ല മഴക്കാറ് കാണുന്നുണ്ട്. ഈ മഴക്കാറ് കാണുന്ന സമയത്ത് ഈ മഴക്കാറിൻ്റെ നിറമാണ് ഞങ്ങളുടെ കണ്ണന്. അപ്പോൾ അവർ ഇതിലൂടെ ആരെ കണ്ടു? ആ കൃഷ്ണനെയാണ് ഇതിലൂടെ അവർ കണ്ടിരിക്കുന്നത്. ഒരു മയിൽപ്പീലി കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് അവരുടെ മനസ്സ് ആ കൃഷ്ണനിലേക്ക് എത്തുകയാണത്. ഒരു മുള കണ്ടു കഴിഞ്ഞാൽ, ഇതുകൊണ്ടല്ലേ ഓടക്കുഴലേ, അതിലൂടെ അവരെവിടെത്തുണ്ട്? ആ കൃഷ്ണങ്കിലേക്ക് എത്തുന്നുണ്ട്. പശുക്കളെ കണ്ട കൃഷ്ണനിലേക്ക് എത്തുന്നുണ്ട്. ഗോപന്മാരെയും മറ്റ് ഗോപീജനങ്ങളെയും കാണുന്ന സമയത്ത് അവരിലൂടെയും അവർ എത്തിച്ചേരണത് ആ കൃഷ്ണനിലേക്കാണ്. അത് പറഞ്ഞു വരണം എന്താ വെച്ചാൽ, ഈ ചുറ്റുപാട് എന്തെല്ലാമാണോ കാണുന്നത് അതൊക്കെ സർവത്ര കൃഷ്ണമയമായിട്ട് കാണാൻ അവർക്ക് പറ്റണു എന്നുള്ളതാണ്. അതല്ലേ ഒരു ഭാഗ്യം. അവസാനം ശ്രദ്ധിക്കണേ, അവസാനം ഇവർ ഈ കൃഷ്ണനിലൂടെ എവിടെ എത്തിയെന്നാണ് നോക്കേണ്ടത്. ഒരു കൃഷ്ണനെ ആയിരുന്നു ഈ ഗോപികൾ സ്നേഹിച്ചത്, ഒരു കൃഷ്ണനെ ആയിരുന്നു അവർ നന്നായിട്ട് പ്രേമിച്ചത്. പക്ഷേ ആ കൃഷ്ണനിലൂടെ അവർ എത്തിയത് ഏകാദശത്തിൽ ഭഗവാൻ ഉദ്ധവരോടായിട്ട് പറഞ്ഞു കൊടുത്തു. ആ കൃഷ്ണനിലൂടെ അവസാനം അവരെത്തിയത്, കൃഷ്ണനെയാണ് പ്രേമിച്ചതെങ്കിലും ആ കൃഷ്ണനിലൂടെ അവർ എത്തിയത് ആ നിത്യബ്രഹ്മത്തിലേക്കാണ്, ആ ഒരു സത്യത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഗോപസ്ത്രീകൾ ഇവർ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ഗോപന്മാർ എത്ര ഭാഗ്യം ചെയ്തവരാ, അവർക്ക് ഏത് സമയത്തും ഭഗവാന്റെ കൂടെ നടക്കാം, ഭഗവാന്റെ കൂടെ കളിക്കാം. നമ്മളാണെങ്കിൽ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. ഒരുപാട് നിയന്ത്രണങ്ങൾ അവിടെയുണ്ട്. കാലത്ത് അങ്ങോട്ട് പോണത് കാണാം, പിന്നെ വൈകിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതും കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോപീജനങ്ങളുടെ പകൽ സമയത്തെ ചില ചിന്തകൾ എന്താ വെച്ചാൽ, അവർക്ക് കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നുമില്ല, സദാ കൃഷ്ണചിന്തനം മാത്രമാണ്. മനോഹരമായ ഒരു അധ്യായമാണ് 35-ാമത്തെ അധ്യായം, യുഗളഗീതം എന്ന് പറയും. ഓരോരോ ഗോപികൾ തങ്ങളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആശയങ്ങളെ ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. ചിലത് മാത്രം ഒന്ന് നോക്കാന്നേ ഉള്ളൂ. അതിൽ ഈ ഗോപസ്ത്രീകൾ പറയണെന്താ വെച്ചാൽ, ഈ പ്രകൃതി പോലും സദാ അതിൽ ചലിക്കുന്ന വസ്തുക്കളുണ്ട്, ചലിക്കാത്തതുണ്ട്, ജീവനുള്ളതുണ്ട്, അതില്ലാത്തതുണ്ട് എന്ന് വേണ്ട. കണ്ണ് തുറന്നാൽ എന്തെല്ലാമാണോ കാണുന്നത് അത് മുഴുവൻ കൃഷ്ണമയം തന്നെയാണ്. ഭഗവാൻ കാലുകളിങ്ങനെ പിണച്ച് വെച്ച് തല അല്പം ഒന്ന് ചിരിച്ച് ആ പുല്ലാങ്കുഴൽ തൻ്റെ ചുണ്ടിനോടിങ്ങനെ ചേർത്ത് വെച്ച് മനോഹരമായിരിക്കുന്ന ആ ഗീതം, ആ വേണുഗാനം ഓടക്കുഴലിങ്ങനെ വായിക്കുന്ന സമയത്ത് നോക്കണേ, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായ ദേവവനിതകളൊക്കെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അവർ താഴത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണത്. ആ ഭഗവാനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും സത്യത്തിൽ അവർ അറിയുന്നില്ല. വസ്ത്രം ഒരുപക്ഷെ നീങ്ങിപ്പോയിട്ടുണ്ടാവാം, കെട്ടിവെച്ച മുടി അഴിഞ്ഞിട്ടുണ്ടാവാം,
സാധാരണ ലൗകികരാകുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും. എന്നാൽ ആ ഈശ്വര പ്രേമം വന്നു കഴിഞ്ഞാലോ, ആ ഈശ്വര പ്രേമം വന്നു കഴിഞ്ഞാൽ ദേഹബോധം വിട്ടു. അവിടെ ആ ദേഹബോധം വിടുന്നതോട് കൂടിയിട്ട് എല്ലാം മറന്ന് അവർ ആ കൃഷ്ണനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനു പറയണം? ഗോക്കളുടെ കാര്യം നോക്കൂ എന്നാണ്. ഗോക്കൾ, അതുപോലെ കാട്ടിൽ വിഹരിക്കുന്ന മറ്റ് മൃഗങ്ങൾ, മാനിനെ പോലെയുള്ള ചില മൃഗങ്ങൾ, ഭഗവാൻ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗോക്കളം എന്താണത്ര ചെയ്യണത്? ചെവി ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കും. എന്തൊരു ഭംഗിയത് കേൾക്കാൻ, എന്തൊരു ഭംഗിയ ആ സ്വരൂപത്തെ കാണാൻ വേണ്ടിയിട്ട് എന്നാണ്. കണ്ണ് പൂട്ടാൻ സാധിക്കാറില്ല അവർക്ക്. നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് പൂട്ടും, തുടിയില്ല, ഇടയ്ക്കൊന്ന് കണ്ണ് പൂട്ടും. അങ്ങനെ കണ്ണൊന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ആ നേരം ആ കൃഷ്ണനൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നാ അവർ സദാ കണ്ണിങ്ങനെ മിഴിച്ച് ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണത്. അങ്ങനെ ആ ഭഗവാന്റെ ആ പുല്ലാങ്കുഴൽ കേൾക്കുമ്പോൾ ഇവർ മറന്നുപോയത്രേ. എന്താ മറന്നുപോയത്? കുറച്ച് പുല്ല് വായലിട്ടുണ്ടായിരുന്നു. അത് എന്തോ പകുതി ചവച്ചപ്പോഴാണ് ഈ വേണുഗാനം കേട്ടത്. അവിടെ നിന്നു നീര് ഇതിലൂടെ അങ്ങനെ ഒലിക്കുന്നുണ്ട്. അത് അവരറിയുന്നില്ല. ഇറക്കാൻ മറന്നുപോയി. താനേ ആ വായിൽ പകുതി ചവച്ചരച്ചതൊക്കെ പുറത്തേക്കിങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും അവരറിയുന്നില്ല. എന്തേ കാരണം? അതാണ് ആ കൃഷ്ണപ്രേമം എന്നുള്ളത്. ആ ഭഗവാനോടുള്ളതായ ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം കാരണം അവരതും മറന്നുപോയി. അപ്പോൾ ഈ പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, അവർക്ക് പോലും ഇങ്ങനൊരു ഭാവം വരുന്നുണ്ട് എങ്കിൽ ഒന്ന് ചിന്തിക്കണേ. ഇത് കിട്ടിയവരല്ലേ നമ്മളൊക്കെ. ദുർലഭോ മാനുഷോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. ഇങ്ങനെ ഒന്ന് കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. ഏത്? അതിദുർലഭമായ ഒരു മാനവജന്മം. ഈ മാനവജന്മം ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. അതിലും ദുർലഭമായിട്ടുള്ള ഒന്നുണ്ട്, ആയുസ്സ് കിട്ടുകയുള്ളത്. ആയുസ്സും ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. എന്നാൽ അതിലും ദുർലഭമായിട്ടുള്ള എന്താ? ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ ഇരിക്കാൻ സാധിക്കുക, കൃഷ്ണപ്രേമം ഉണ്ടാവുക, ആ ഭഗവത് പ്രേമം ഉണ്ടാവുക. അതിന് തുല്യമായിട്ട് യാതൊന്നും ഇല്ല. നദികൾ, ആ വേണുഗാനം കേൾക്കേണ്ട താമസം ഈ നദികളുടെ ഒഴുക്ക് അങ്ങോട്ട് കുറഞ്ഞു അത്രേ. എന്താ ജലത്തിന് വേഗം അങ്ങോട്ട് പോകാൻ തോന്നണില്ല എന്നാ. കാരണം ഇവിടുന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ, ഈ വൃന്ദാവനം വിട്ടു പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ കാളിന്തി ഒഴുകി വൃന്ദാവനം വിട്ടാൽ വേറെ എവിടെയെങ്കിലൊക്കെ എത്തും. അപ്പോഴോ ഞങ്ങൾക്കിത് കേൾക്കാൻ പറ്റണില്ലല്ലോ, ആ ഒരു ഭാഗത്തിന് ഇത് കേൾക്കാൻ പറ്റണില്ലല്ലോ. അവരിങ്ങനെ നിൽക്കുക ചെയ്യണത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറകുന്ന് ഹിമാലയത്തിൽ നിന്ന് വരുന്ന ജലമാവട്ടെ തള്ളുന്നുണ്ട്. മാറിയേക്കൂ ഞങ്ങൾക്കും ഒന്ന് കാണണ്ടേ എന്ന ആ ഭാവത്തിൽ. എന്തൊരു അഴകാണ് അത് കാണാൻ. അവരും ആഗ്രഹിച്ചത്, അവർ പറയണു ഞങ്ങൾക്ക് ഭാഗ്യമില്ലാണ്ട് പോയല്ലോ എന്നാ. എന്തിന്? ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉതിർന്ന ഈ പാദരേണുക്കളെ ഇത് കാറ്റത്ത് ഇങ്ങനെ പറക്കണ സമയത്ത് അവിടെ വിഹരിക്കുന്നതായ പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക്, ഈ നദികൾക്ക് ഇത് കിട്ടണില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അവരും അവിടെ നിന്ന് നിൽക്കണോ. അതായത് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ ഈ പാദഭക്തി, അതിൻ്റെ ചെറിയ ഒരു തരിയെങ്കിലും ഇവിടെ ഏൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, കിട്ടുകയാണെങ്കിൽ എത്ര ഭാഗ്യം ചെയ്തവരായിട്ട് തീരണോ. ഇപ്രകാരം ഈ ഗോപീജനങ്ങൾ അവരവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആശയങ്ങൾ അവർ പരസ്പരം, ഇതാണ് ഈ സത്സംഗം എന്ന് പറയുന്നത്. അവർക്ക് വേറൊന്നും അവർക്ക് പറയാനില്ല, അന്യമായ ഒന്നും അവർക്ക് സംസാരിക്കാനുമില്ല. ഇങ്ങനെ അവർ പരസ്പരം ആനന്ദിച്ചു. എന്തേ ആനന്ദത്തിന് കാരണം ഈ കൃഷ്ണപ്രേമം തന്നെ. ആ കൃഷ്ണപ്രേമം നിറഞ്ഞു തുളുമ്പണതായിട്ടുള്ള അധ്യായമാണ് ആ യുഗളഗീതം. അതായത് ഈ ഒരു 35-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. പതുക്കെ നമുക്ക് മധുരയിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ, മധുരയിൽ ഇവിടെ ഈ കംസൻ ആകെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. താൻ പലരെയും ഈ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചു. ആര് മുതൽക്ക്? പൂതന മുതൽക്ക്. പൂതന, തൃണാവർത്തൻ,
ശകടൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ ഈ വൃന്ദാവനത്തിലേക്കും ഗോകുലത്തിലേക്കും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഈ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇവരാരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. ഇവരൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, ആരും ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുമില്ല. തിരിച്ചു വരേണ്ടിടത്തേക്കല്ല പോയത്. അതാ, ആ ഭഗവാനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചൊരു വരവില്ല. അത് ഏത് ഭാവത്തിലായാലും, പ്രേമത്തിലായാലും സ്നേഹത്തിലായാലും ശത്രുതാഭാവത്തിലായാലും ഇനി വെറുപ്പോട് കൂടിയിട്ടായാലും, പക്ഷെ അത് തീവ്രമാവണം. തീവ്രമായാൽ മതി. തീവ്രമായിക്കഴിഞ്ഞാൽ ആ ഭഗവാനോട് ചേരാനായിട്ട് സാധിക്കും. അകത്ത് കയറിയാൽ പുറത്തിറങ്ങേണ്ടാത്തതായ ഒരു ഇടം, ഒരു ഗുഹയുണ്ടെങ്കിൽ അതേതാ? അതുതന്നെയാണ് ഈ പരമാനന്ദം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. അവിടേക്കാണ് ഇവരൊക്കെ എത്തിയിരിക്കുന്നത്. ഇനി കംസൻ ഇരുന്നിങ്ങനെ ചിന്തിക്കണം, ഇനി ആരെ പറഞ്ഞേക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു ദിവസം ദേവർഷിയായിരിക്കുന്ന ശ്രീനാരദർ ഈ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. കംസനോട് പറഞ്ഞു, കംസ, അങ്ങയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇത്രയും കാലമായിട്ട്. അന്ന് പോയ ആളെ 8 കുട്ടികളെ വട്ടത്തിൽ വെച്ച് എണ്ണിയ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് വട്ടത്തിലാക്കിയിട്ട് പോയ ആളാ. ഇപ്പോഴാ ഏതാണ്ടൊരു 11 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് പോരണേനെ. അപ്പോൾ അങ്ങയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പോഴല്ലേ ഒരു സത്യം മനസ്സിലായത്? അങ്ങയുടെ അന്തകൻ ആരാന്നറിയോ? സ്വകാര്യം പറഞ്ഞുതരാം. അത് ആ വൃന്ദാവനത്തിൽ പ്രകാശിക്കുന്നതായ രാമകൃഷ്ണന്മാരാണ്. രണ്ടായിട്ട് കാണണ്ട, ഒന്ന് തന്നെ, രാമനും കൃഷ്ണനും. ആ രാമകൃഷ്ണന്മാർ തന്നെയാണ് അങ്ങയുടെ അന്തകനായിട്ട് ഇതാ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത് വെച്ചാൽ, ഈ നന്ദഗോപരും വസുദേവരും ഒക്കെ കൂടി ചേർന്ന് ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കിടത്തി അങ്ങ് കാല് പിടിച്ച് മേലോട്ട് ഓങ്ങിയ സമയത്ത് മുകളിലേക്ക് പോയിട്ട് ദുർഗാഭഗവതിയായ ആ പെൺകുഞ്ഞ്, അത് വേറെ ആരുമല്ല, യശോദാനന്ദിനിയാണത്, യശോദാപുത്രിയാണത്. ഇതൊക്കെയാണ് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടതോടുകൂടി കംസന് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്നു. ഇപ്പതാ ഞാൻ കൊല്ലാൻ പോവുകയാണെന്നാ. ആരെ? വസുദേവരെയും നന്ദഗോപരെയൊക്കെ. ആരെയും വെറുതെ വിടില്ല. ഉഗ്രസേനെ കൊല്ലും, ദേവകനെ കൊല്ലും എന്നൊക്കെ അട്ടഹസിക്കാൻ തുടങ്ങി. അപ്പോൾ നാരദർക്ക് ചെറിയൊരു സംശയം, കൈവിട്ടു പോവുമോ? സൂത്രശാലിയായിരിക്കും നാരദർ പറഞ്ഞു, കംസ, ഈ വസുദേവരെയും നന്ദഗോപരെയും ഒന്നും അല്ല ആദ്യം കൊല്ലേണ്ടത്. ആദ്യം കൊല്ലേണ്ടത് ആ കൃഷ്ണനെയാണ്. ആ കൃഷ്ണനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്ര സമയം കിട്ടും അങ്ങേക്ക് ബാക്കിയുള്ളവരെയൊക്കെ നിഗ്രഹിക്കാനായിട്ട്. ശരിയാ തോന്നി. അപ്പോൾ അതിന് വേണ്ട ഉപായം എന്താ വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതെന്നാണ്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് അക്രൂരൻ്റെ ഒരു പേര് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അക്രൂരൻ ശുദ്ധനായിട്ടുള്ള ഒരാളാണ് അക്രൂരൻ. ഈ അക്രൂരനെ ഒരു ദിവസം അടുത്തേക്ക് വിളിച്ചു കംസൻ. എന്നിട്ട് പറഞ്ഞു, അക്രൂര, അങ്ങ് നല്ലൊരു ദാനശീലനാണ്, അങ്ങ് നല്ലൊരു ഭക്തനാണ്, ഇതൊക്കെ എനിക്കറിയാം. എന്താ ഈ കംസൻ അക്രൂരനെ പ്രത്യേകമായിട്ട് വിളിക്കാൻ കാരണം? ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യം സാധിക്കണമെങ്കിൽ ഭഗവാൻ ഒരാളുടെ മുമ്പിലേ വഴങ്ങുള്ളൂ. അത് ബലം കൊണ്ടോ പ്രതാപം കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും വഴങ്ങിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഭക്തി കണ്ട ഭഗവാന് വഴങ്ങാതിരിക്കാൻ പറ്റില്ല. അത്ര ഭക്തപ്രിയനാണ് ആ ഭഗവാൻ. ഇതറിയാം ഈ കംസന്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഉള്ള ആളാവണം. ഈ പറഞ്ഞ മൂന്നും ഉണ്ടാവണം. ഭക്തി ഉണ്ടാവണം, അതേപോലെ ശ്രദ്ധയുണ്ടാവണം. ആ ഈശ്വരങ്കൽ നല്ല അതിശ്രദ്ധയുള്ള ആളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് നേടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അക്രൂരനോട് പറഞ്ഞു, അക്രൂര, ഞാനൊരു യാഗം കഴിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ശിവരാത്രിയൊക്കെ അടുത്ത് വരിക, ഒരു യാഗമൊക്കെ കഴിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ യാഗത്തിൻ്റെ പേര് ധനുർയാഗം എന്നാണ്. എന്താ വെച്ചാൽ ഇവിടെ കുറേ മല്ലന്മാരൊക്കെ ഉണ്ട്.
അവർക്കൊക്കെ സന്തോഷമാവണമെങ്കിൽ കുറച്ച് ബലിയൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ചെയ്യാം എന്നും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യാഗത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ രാമകൃഷ്ണന്മാരെ സൂത്രത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഗോപന്മാരോടൊക്കെ വരാൻ പറയൂ. കൃഷ്ണൻ്റെ കൂട്ടുകാരായ ആ ഗോപന്മാരോടൊക്കെ വരാൻ പറയൂ. ഗോരസങ്ങളാണെന്ന് വെച്ചാൽ ധാരാളം കൊണ്ടുവരട്ടെ. ഇങ്ങനെ അതിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം. ഇനി അങ്ങയോട് ഒരു സ്വകാര്യം പറഞ്ഞുതരാം. എന്തിനാണ് ഞാൻ ഈ കൃഷ്ണനെ ഇങ്ങോട്ട് വരുത്തുന്നതെന്ന് അറിയോ? ആ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ആനയുണ്ട്, കുവലയാപീഠം എന്നാണ് ആനയുടെ പേര്. 10,000 ആനയുടെ ബലമാണ് ഈ ഒരൊറ്റ ആനയ്ക്ക്. മിക്കവാറും ഈ ഒരു ആന അവരെ കൊല്ലും. ഇനി അല്ല, അവിടുന്ന് പിടുത്തം വിട്ടുവയ്ക്കുക. ഉഗ്രന്മാരായിരിക്കുന്ന മല്ലന്മാരുണ്ട്. ചാണൂരൻ, മുഷ്ടികൻ മുതലായിരിക്കുന്ന മല്ലന്മാരും ഇവിടെ ധാരാളമുണ്ട്. അവർ തല്ലി കൊല്ലും. ഇനി അതും പറ്റിയില്ലേക്കുക, പിടുത്തം വിട്ടുപോയി നിൽക്കുക. ഞാനുണ്ടല്ലോ ഇവിടെ. ഏതെങ്കിലും ഒരു വഴിക്ക് അടിച്ചിട്ടോ ഇടിച്ചിട്ടോ ഇനി പിന്നുകൂടെ പോയിട്ട് കുത്തിയിട്ടോ എങ്ങനെയെങ്കിലും ആ രാമകൃഷ്ണന്മാരെ വകവരുത്തിയിരിക്കും. ഈ പറഞ്ഞ കാര്യമൊന്നും അവിടെ പോയിട്ട് പറയണ്ട. ഇത് അങ്ങയുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് ഈ അക്രൂരിനെ അങ്ങോട്ട് യാത്രയായിക്കോളാൻ പറഞ്ഞു വൃന്ദാവനത്തിലേക്ക്. ഈ വൃന്ദാവനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വൃന്ദാവനത്തിലേക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അത്ര എളുപ്പത്തിൽ പോകാൻ പറ്റിയ സ്ഥലമല്ല ഈ വൃന്ദാവനം. ഈ വർത്തമാനകാലത്തടക്കം, ഈ കാലത്തടക്കം എന്താ വെച്ചാൽ ദില്ലിയിൽ ഒരുവിധം എല്ലാവരും പോകുന്നുണ്ടാവും. അതിനിപ്പുറത്തുള്ള ഒരു ശ്മശാന ഭൂമിയുണ്ട് ആഗ്ര, അവിടെയും ഒരുവിധം എല്ലാവരും പോകുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വൃന്ദാവനത്തിലേക്ക് അത്ര എളുപ്പത്തിലൊന്നും പ്രവേശനം കിട്ടില്ല. അതിന് ആ ഭഗവതിയുടെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ടാവണം. അപ്പോൾ ഈ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഒരു അനുവാദം തനിക്ക് കിട്ടി. മഹാരാജാവ് കംസനാണ് തന്നെ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കാൻ പോണത്. അന്നത്തെ രാത്രി ലവലേശം പോലും ഉറങ്ങാൻ ആ അക്രൂരിനെ പറ്റിയുണ്ടായില്ല. തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്നു. ഇനി ആ വൃന്ദാവനത്തിലേക്ക് പോകണ്ടേ? ആ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ വേണം പോവാൻ? ഇങ്ങനെ ഓരോരോ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്രൂരൻ. വളരെ ചിന്തനീയമാണ് ചില വരികളൊക്കെ. അക്രൂരൻ അക്രൂരോപിച്ചതാം രാത്രിം മധുപുര്യാം മഹാമതി ഉഷിത്വ രഥമാസ്തായ പ്രയയോ നന്ദഗോകുലം ഗച്ഛൻ പഥി മഹാഭാഗോ ഭഗവതി അംബുജേക്ഷണേ ഭക്തിം പരാം ഉപഗത ഏവമേ തത ചിന്തയത്ത്. അന്ന് രാത്രി ഉറക്കേ വരുന്നില്ല. പിറ്റേന്ന് പ്രഭാതമായ സമയത്ത് കുളിച്ച് ഒരുങ്ങി, എന്താ വെച്ചാൽ ഭഗവാനെ കാണാനാണ് പോണേ. അങ്ങനെ കുളിച്ചൊരുങ്ങി അതാ ഒരു രഥം അവിടെ വന്നു. ആ രഥത്തിലങ്ങോട്ട് കയറി. താൻ തന്നെയാണ് ഈ രഥത്തെ നയിക്കണത്, കടിഞ്ഞാണ് പിടിക്കണത്. ഈ കടിഞ്ഞാണ് ഇങ്ങനെ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുതിരകൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം മാനസികമായിട്ട് എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്? ആ വൃന്ദാവനത്തിലെത്തിയുണ്ട്. ശ്രദ്ധിക്കണേ, ഭഗവാനിലേക്ക് എത്തണം, ആ ഭഗവാനോട് ചേരണം എന്ന ആ ഒരു ലക്ഷ്യബോധം ഉണ്ടായാൽ മതി. ഈ ജീവൻ്റെ ലക്ഷ്യം എന്താ? ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ അത് വേണം എന്ന ചിന്തനം ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ഏത് വഴിക്ക് വേണമെങ്കിലും ഓടിക്കോട്ടെ. ആ ഓട്ടത്തിനിടയ്ക്ക് ചിലപ്പോൾ എന്തുണ്ടാവും? കയറ്റം ഉണ്ടാവാം, ഇറക്കം ഉണ്ടാവാം, സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാവാം, ലാഭമുണ്ടാവാം, നഷ്ടമുണ്ടാവാം. ഇതൊക്കെ മാറി വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത് എന്നാണ്. അതാ അക്രൂരൻ ആ മധുരാപുരി എന്ന വൃന്ദാവനത്തിലേക്ക് പോണ സമയത്ത് വഴി അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ യാത്രയൊക്കെ പോണ സമയത്ത് കുറേ നാമം ജപിച്ച് നോക്കും. ഇപ്പോൾ സംഘമായിട്ടൊക്കെ യാത്ര പോണ സമയത്ത് ഭജന പാടുക, നാമം ജപിക്കുക.
ഇങ്ങനെ നാമം ജപിക്കുന്ന സമയത്ത് ആ യാത്രയിൽ ഉണ്ടാവണ ഒരു ബുദ്ധിമുട്ടും നമ്മൾ അറിയാണ്ട് പോവുകയാണത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന യാത്ര അതേപോലെ ആയിക്കൂടാ? അല്ലേ? ഉഷിത്വ, വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയ ആളാണ്. വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയിട്ട് സന്ധ്യയോട് കൂടിയിട്ടാണത്രേ അക്രൂരൻ ഈ വൃന്ദാവനത്തിലെത്തുന്നത്. അതായത് ആ പോകുന്ന വഴിക്കുള്ള ഒരു സംഗതികളും ഇദ്ദേഹം കാര്യമായിട്ട് അറിഞ്ഞില്ല. ഈ കുതിരകൾ ഏത് വഴിക്ക് പോകണോ എന്ന് നോക്കിയില്ല. അവരെ ഇഷ്ടമുള്ള വഴിക്കൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഓടുന്നുണ്ട്. ഇതന്നെയാണ് നമ്മുടെ അവസ്ഥ. ജന്മം മുതൽ ആ പരമലക്ഷ്യമായിരിക്കുന്ന ആ ഈശ്വര സാക്ഷാത്കാരം വരെയുള്ള ആ യാത്ര, മരണം വരെയുള്ള ആ യാത്ര, ആ യാത്രയിൽ ഒരുപക്ഷെ കണ്ണിങ്ങോട്ട് പിടിച്ചു വലിച്ചു എന്ന് വരാം, കാത് വേറൊരു വഴിക്ക് പിടിച്ചു വലിച്ചു എന്ന് വരാം. അതിനെയൊക്കെ അതിൻ്റെ പ്രാരബ്ധമായിട്ട് കരുതുക. ആ പോകുന്ന വഴിക്ക് ചിലർ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് വരാം. അതേ നാവ് ചിലപ്പോൾ വേണ്ടാത്തത് പറഞ്ഞു എന്ന് വരാം. അപ്പോൾ ആരോ എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാനേ പോണ്ട. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടും. അല്ലേ? അക്രൂരൻ ഈ വഴിയൊക്കെ നോക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ വൃന്ദാവനത്തിലെത്താൻ പിന്നെ ഒന്നുകൂടി വൈകിയത് വരും. അതുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് എവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്? ആ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട്, ആദ്യമേ എത്തിയിട്ടുണ്ട്. ആ പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു, തൻ്റെ ഒരു ഭാഗ്യം നോക്കണം. ഇതിന് തക്കവണ്ണം എന്തെങ്കിലും ഒരു സുഹൃതം താനിപ്പോൾ ചെയ്തിട്ടുണ്ടാവുമോ? കിം മയാ ചരിതം ഭദ്രം കിം തപ്തം പരമം തപാ കിം വാധാപ്യർഹതേ ദത്തം യദ്രക്ഷ്യാമ്യദ്യ കേശവം. എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ആ ഭഗവാന്റെ അടുത്ത് എത്തണമെങ്കിൽ, ആ ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിക്കണമെങ്കിൽ എന്തുണ്ടാവണം? സുഹൃതം ഉണ്ടാവണം എന്ന് പറയും. അപ്പോൾ നാം ചെയ്തതായിരിക്കുന്ന ഈ സുഹൃതത്തെ അഥവാ പുണ്യത്തെ അനുഭവയോഗ്യമാക്കി തീർക്കുകയാണ് സത്യത്തിൽ ഭഗവാൻ ചെയ്യണത്. ഓരോന്ന് ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറയണം, ഇന്നത് വേണം, അങ്ങനെ ആവണം, എൻ്റെ മക്കൾ നന്നാവണം, എനിക്ക് ലാഭം ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം, ഇവിടെയൊക്കെ നല്ലതുണ്ടാവട്ടെ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഈ ഭഗവാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അകത്ത് കയറിയിട്ട് ഈ ആവശ്യപ്പെടുന്നത് കൊടുക്കണമെങ്കിൽ അതിന് തക്കതായിട്ട് സുഹൃതം ഉണ്ടോ നോക്കണ്ടേ, പുണ്യം ഉണ്ടോ നോക്കണ്ടേ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ഭഗവാൻ അനുഭവയോഗ്യമാക്കി തീർക്കും. ഇല്ലെങ്കിൽ ഒരു പക്ഷെ കേട്ടതായിട്ട് നടിക്കുക പോലുമില്ല. നോക്കണേ. അപ്പോൾ ഇതിന് തക്കവണ്ണം, ഈ വൃന്ദാവനത്തിൽ പോകാൻ തക്കവണ്ണം എന്ത് പുണ്യമായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക? അറിയണില്ലല്ലോ. ചിലപ്പോൾ അത് ഈ ജന്മത്തിലായിരിക്കില്ല, ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ മള്ളിയൂർ ഈ ഒരു സത്രവേദി സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്. എളുപ്പമല്ല ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പല നാടുകളിൽ നിന്ന് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പുണ്യം, ഒരു സുഹൃതം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. വൈകുന്നേരം വരെ കേൾക്കുന്നു, നാമം ജപിക്കുന്നു, ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നു, അതിനുമുണ്ട് പുണ്യം. ഇനി അത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്നും വിചാരിക്കരുത്. അതും അനുഭവമാവും. എപ്പോഴാണ്? ഏതെങ്കിലും കാലത്ത്. ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ആയിരിക്കാം. അപ്പോൾ ഞാനെന്ത് പുണ്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ അക്രൂരന്. ഏതായാലും മമേതത് ദുർലഭം മന്യ ഉത്തമശ്ലോകദർശനം വിഷയാത്മനോ യഥാ ബ്രഹ്മകീർത്തനം ശൂദ്രജന്മന. എന്തുകൊണ്ടും ഞാൻ വിചാരിക്കണം, ഉത്തമ ശ്ലോക ദർശനം ദുർലഭമാണ്. ആ ഉത്തമ ശ്ലോകനെ ഒന്ന് കാണാൻ പറ്റുക, ആ ഭഗവാനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ സത്യത്തിൽ ദുർലഭം തന്നെയാണ്. ഇന്ന് എനിക്കത് ലഭിച്ചിട്ടുണ്ട്. ഏതുപോലെ? ബ്രഹ്മകീർത്തനം ശൂദ്രജന്മന വിഷയാത്മനോ യഥാ ബ്രഹ്മകീർത്തനം ശൂദ്രജന്മന. ബ്രഹ്മകീർത്തനം ശൂദ്രജന്മന. ശൂദ്രർക്ക് വേദം സ്വരിക്കാൻ ഒരു അവസരം വന്ന ഏതുപോലെയാണ് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ, ഒന്നും മറച്ച് വിചാരിക്കരുത്.
ആരാണ് ശൂദ്രൻ എന്നിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ആരെയാണ് ഈ ശൂദ്രൻ എന്ന് വിളിക്കുന്നതെന്ന്? ജീവിതത്തിൽ സദാ 3 എണ്ണത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ആ 3 എണ്ണത്തെ വർദ്ധിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഏതൊക്കെ? ധനം, ധാന്യം, സ്ത്രീ. 365 ദിവസം 24 മണിക്കൂറും ഇതാണ് ചിന്ത എന്ന് വയ്ക്കുക. ഈ പറഞ്ഞ 3 ആണ് ചിന്ത. ഇതിൻ്റെ പിന്നാലെയാണ് പോണെച്ചാൽ ഒരു സംശയവും വേണ്ട, അതാരാണ്? അത് ശൂദ്രൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വിഷയികൾക്ക് വഴങ്ങണതല്ല ഈ വേദം. അങ്ങനെയുള്ള ഈ വിഷയികൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റണതല്ല ഈ ഒരു ഭക്തിമാർഗം. ഞാനൊരു വിഷയി തന്നെയാണ്, എൻ്റെ മനസ്സ് വിഷയാസക്തം തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ഇടയിൽ ആ ഒരു അന്ധകാരത്തെ ഇല്ലാതാക്കി തീർക്കാൻ ചെറിയൊരു തിരി ഉള്ളിൽ കൊളത്തിയിട്ടുണ്ടോ സംശയം. ആരാ? ഗുരുക്കന്മാർ. ഏതാ തിരി? ഭക്തിയാകുന്ന ആ ഒരു നാളം അകത്ത് കുറേശ്ശുണ്ട്. അതൊന്ന് പ്രകാശിക്കുമ്പോൾ അകത്തെ അജ്ഞത ഇല്ലാണ്ടായിത്തീരണം. ഏതായാലും ഭഗവാനെ, എൻ്റെ ഒരവസ്ഥ മൈവം മമാധമസ്യാപി സ്യാദേവാച്യുതദർശനം ഹ്രിയമാണ കാലനദ്യാ കുജിൽ തരതി കശ്ചന. അക്രൂരൻ നമ്മളോട് പറയണോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന്? ഇപ്പോൾ നല്ലൊരു മഴക്കാലം വന്നു വിചാരിക്കാം. നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മലവെള്ളപ്പാച്ചിലുണ്ടാവും, നദികൾ കര കവിഞ്ഞൊഴുകും. അങ്ങനെയുള്ള ആ കുത്തൊഴുക്കിൽ നമ്മളെപ്പോലെയുള്ള വല്ലവരും പെട്ടുവയ്ക്കുക. ഇനി എത്ര നീന്താൻ അറിയുന്ന ആളാണെങ്കിലും അങ്ങനെയുള്ള ചുഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും താണുപോവുന്നേ ഉള്ളൂ, അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോളൂ, ചെറിയ പ്രാണികളുണ്ട്, ഉറുമ്പ്, ചില പുഴു, ഇവരൊക്കെ ഒഴുക്കിൽ പെടും. ഇവരൊന്നും ഒഴുക്കിൽ പെട്ട ചത്തുപോകണമില്ല, മുങ്ങിപ്പോണമില്ല. എന്തുകൊണ്ടാണ്? ഇവർക്ക് എന്തെങ്കിലും ഒരു സാധനം പിടിക്കാൻ കിട്ടും. അതൊരു പക്ഷേ ഒരു കരിയിലയാവാം, ഒരു കഷ്ണം വടിയാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇവർക്ക് പിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചിട്ട്, ആ ഒരു കരിയിലയിൽ പിടിച്ചിട്ട്, അല്ലെ ആ ഒരു ഒഴുകുന്ന വടിക്കഷ്ണത്തിൽ പിടിച്ച് ഇവർ ഏതെങ്കിലും ഒരു കരയിലേക്ക് കയറി പോകുന്നുണ്ട്. എന്താച്ചാൽ ഇവരാർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്നോടത്തേക്ക് എത്തിക്കോളാം എന്നൊന്നും വാക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ അവസ്ഥ എങ്ങനെയാണോ? നമ്മുടെ അവസ്ഥ ഒന്നുമല്ല. പലർക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ബാധ്യതകൾ കുറേയുണ്ട്. ആ എത്തേണ്ടതായ സമയം കഴിഞ്ഞ് 5 മിനിറ്റ് വൈകിക്കഴിഞ്ഞാൽ എവിടെ എത്തി, എന്താ വരാത്തത് എന്ന് ആ സംശയവും വിളികളും ഒക്കെ ഇങ്ങോട്ട് തുടങ്ങും, അല്ലേ? എന്നാൽ ഇവർക്ക് എന്താ ചിന്തിക്കേണ്ടത്? ഒന്നും ചിന്തിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നീങ്ങാൻ പറ്റുകയാണെന്നാൽ ഈ സംസാരത്തിൽ, ഈ കാലമാകുന്ന ആ ഒരു ഒഴുക്കിൽ, ആ കുത്തൊഴുക്കിൽ പെട്ട ചെറിയൊരു പ്രാണിയാണ് ഞാൻ. അക്രൂരൻ പറയണു, എനിക്കാണെച്ചാൽ ഇന്ന് ഒരു കരിയില പിടിക്കാൻ കിട്ടി. ആ കരിയിലയിൽ ഞാൻ കയറി പിടിച്ചതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടു. അപ്പോൾ ഞാൻ പിടിച്ച കരിയിലയുണ്ട്, ആ കരിയിലേക്ക് എന്താ പേര്? കംസൻ എന്നാണ് പേര്. അപ്പോൾ ഈ സംസാരത്തിൽ പെട്ടു. ശുദ്ധനായിരിക്കുന്ന ഈ അക്രൂരനാവട്ടെ ദുഷ്ടനായിരിക്കുന്ന ഈ കംസൻ്റെയും കൂട്ടാളികളുടെയും ഇടയിലും പെട്ടുപോയി. ഇതാണ് പ്രാരബ്ധം. എന്നിട്ട് എന്തോ ആയിക്കോട്ടെ, ഇനി നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, ഈ കംസൻ നീചനാണ്, ദുഷ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, ദുരാചാരിയാണ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ കംസൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥന. അപ്പോൾ സംശയവും, ഇതെങ്ങനെയാണ് ഈ അക്രൂരന് ഈ കംസൻ ഗുരുനാഥനായിട്ട് തീരുക? ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ആരെയാണ് നമ്മൾ ഈ ഗുരു എന്ന് വിളിക്കേണ്ടത്? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആരാണ് ഗുരു? ഗുരുവിൻ്റെ ധർമ്മം എന്താണ്? ഗുരുവിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രം, തന്നെ ആശ്രയിച്ചതായിരിക്കുന്ന ശിഷ്യന്
ആ മാർഗം കാണിച്ചു കൊടുക്കുക. വഴി പറഞ്ഞു കൊടുക്കുകയേ വേണ്ടൂ. ആ വഴി പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അതാ ഈശ്വരൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ മതി. ആ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്ന ശിഷ്യന് ഈശ്വരനെ കാണിച്ചു കൊടുക്കലാണ് ഒരു ഗുരുവിൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഈ കംസൻ ഗുരുവാണ്. കാരണം ഈ കംസനാണല്ലോ എന്നെ ഇപ്പോൾ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചത്. അദ്ദേഹം ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നോട് പറഞ്ഞത് ഒന്ന് മാത്രമാണ്, കൃഷ്ണനെ കാണണം. അല്ലേ? എത്ര നല്ല കാര്യമാണ് പറഞ്ഞത്. കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കൊണ്ടുവരണം. അപ്പോൾ ഈശ്വരനെ കാണണം. ആ ഈശ്വരനെ ഇതാ ഇവിടെ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള മാർഗം കാണിച്ചു തരുന്ന ആളാണ് ഈ ഗുരുനാഥൻ. അപ്പോൾ കംസനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ലവലേശം പോലും വെറുപ്പില്ല. ഒരു പക്ഷേ ഒരു കംസൻ ഇല്ലായിരുന്നു വയ്ക്കുക, ഈ കംസൻ എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നു വയ്ക്കുക, ഒരുപക്ഷെ വേറെ വല്ലവരും വിടുമായിരുന്നു. പക്ഷേ അന്നും എൻ്റെ അവസ്ഥ എന്താ? എന്നാ കാണുക, എന്നാ ആ കണ്ണനെ കാണാൻ പറ്റുക എന്നും പറഞ്ഞുകൊണ്ട് ആ ഭവനത്തിൽ ഇരിക്കുകയല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഉറപ്പിക്കുന്നു, മമാദ്യ അമംഗളം നഷ്ടം ഫലവാംശ്ചൈവ മേ ഭവ എന്നമസ്യേ ഭഗവതോ യോഗിധ്യേയാഘ്രിപങ്കജം. ഇന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പാപം പൂർണ്ണമായിട്ടും അസ്തമിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെന്താ അക്രൂരന് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? കാരണമുണ്ട്. എന്ന് പാപം തീരുന്നുവോ അന്ന് മാത്രമാണ് ഈശ്വര ദർശനം. എന്ന് പാപം കഴിയുന്നുവോ അന്നേ ആ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഒരു ഒഴുക്കിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, സ്വാമിയെ കണ്ടാൽ പാപം തീരും എന്ന് പറഞ്ഞു വരും. നേരെ തിരിച്ച് പറഞ്ഞാൽ മതി, പാപം തീർന്നാൽ സ്വാമിയെ കാണാം. എന്നുവെച്ചാൽ ഈ സ്വാമിയെ കണ്ട്, ഈശ്വരനെ കണ്ട് അത്ര എളുപ്പത്തിലൊന്നും പാപം തീർക്കാൻ പറ്റില്ല. പക്ഷേ പാപം തീർന്ന ഉറപ്പായിട്ടും, നിസ്സംശയം പറയാം, പാപം തീർന്നാൽ ഉറപ്പായിട്ടും ആ ഈശ്വരനെ കാണാം. ഇന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആ പാപം മുഴുവൻ തീർന്നിട്ടുണ്ട്. നമുക്കും അഭിമാനിക്കാം, ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മുടെ ഉള്ളിലൊന്നും അത്രയൊന്നും പാപമില്ല. എന്നാൽ അഹങ്കരിക്കേണ്ട, കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയൊന്നും പാപമില്ല എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പാപബുദ്ധിയാണ് അകത്തുള്ളത് വെച്ചാൽ ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ പറ്റില്ല, ഇതൊന്നും ഇങ്ങനെ കേൾക്കാൻ സാധിക്കില്ല. ഈ ഒരു പുണ്യാത്മാവിൻ്റെ സങ്കേതത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ലേ? ആ ഒരു മഹാത്മാവ് ജീവിച്ചതായിരിക്കുന്ന ഈ ഒരു ഭൂമിയിൽ നമുക്കൊന്ന് കാലുകുത്താൻ പറ്റിയില്ലേ? അല്പസമയം ഭാഗവതം ശ്രവിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റണില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഉറപ്പിച്ചുകൂടാ നമ്മുടെ ഉള്ളിലും പാപമില്ല എന്ന്? പാപമില്ല, കുറഞ്ഞിട്ടുണ്ട്. ഇനി കാലം കൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ അതിനെ നല്ലവണ്ണം കുറച്ച് കൊണ്ടുവരിക. നാമജപം കൊണ്ട്, സങ്കീർത്തനം കൊണ്ട്, ക്ഷേത്രദർശനം കൊണ്ട്, പ്രദക്ഷിണ നമസ്കാരാദികളെ കൊണ്ട് കൊച്ചു കുട്ടികളെപ്പോലെ പെരുമാറാൻ തുടങ്ങി ഈ അക്രൂരൻ. ഇപ്പോൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവരെന്താ വെച്ചാൽ ഇപ്പോൾ അച്ഛനും അമ്മയും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു നോക്കിയാൽ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സൂത്രം പറയും, മക്കളോട് പറയും, മക്കളെ അച്ഛൻ വരുന്ന സമയത്ത് നിനക്ക് കളിക്കാനായിട്ടൊരു കളിപ്പാട്ടം കൊണ്ടുവരാം കേട്ടോ, നീ ഇവിടെ അടങ്ങിയിരിക്കണേ, പഠിക്കാനുള്ളത് പഠിക്കണം, വികൃതിയൊന്നും കാണിക്കരുത്, വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ നിനക്കൊരു കളിപ്പാട്ടം കൊണ്ടുതരാം കേട്ടോ എന്നൊക്കെ പറയും. ഇതും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉള്ളിൽ ചിന്തയായി, വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ വരുമ്പോൾ എനിക്ക് ഇന്നൊരു കളിപ്പാട്ടം കൊണ്ടുവരുമല്ലോ, അങ്ങനെ ഈ കളിപ്പാട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനതെടുത്ത് കളിക്കും, ഇന്ന പോലെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ദാവന് കൊടുക്കില്ല, അവൾക്ക് കൊടുക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ എടുത്ത് കളിച്ചു എന്നൊക്കെ വരും, ചിലപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു എന്നൊക്കെ വരും. ഇങ്ങനെ പല തരത്തിലുള്ള മനക്കോട്ടകൾ ഈ കുഞ്ഞുങ്ങൾ കിട്ടും, ഉള്ളിലിങ്ങനെ സങ്കല്പിച്ചെടുക്കും. ഇതുപോലെ അക്രൂരൻ പറയാൻ തുടങ്ങി, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എനിക്ക് എന്തായാലും ആ കൃഷ്ണനെ കാണാം, ആ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ വീണ് നമസ്കരിക്കും, ഞാൻ ആ മണ്ണിൽ വീണ് ഉരുളും, ശയനപ്രദർശനം ചെയ്യും, ഞാൻ ആ കൃഷ്ണൻ്റെ കയ്യെ പിടിക്കും, ഞാൻ ആ കൃഷ്ണനെ ഒന്ന് തൊഴും. ഇതിപ്പോൾ ഏത് ഭാവത്തിലാണ് കാണാൻ അറിയില്ല, ഞാൻ ആ കൃഷ്ണനൊന്ന് തൊഴും, ഒന്ന് പ്രദക്ഷിണം വയ്ക്കും. അപ്പോഴോ ആ കൃഷ്ണനും രാമനും കൂടി ഓടി എൻ്റെ അടുത്തേക്ക് വരും, വിളിക്കും, അക്രൂരാന്ന് ചിലപ്പോൾ വിളിച്ചു എന്ന് വരും. അങ്ങനെയല്ല,
ചെറിയച്ചാന്ന് സ്നേഹത്തോടു കൂടി വിളിച്ചു എന്ന് വരും. എന്തൊരു രസ ആ വിളി ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊതിക്കുകയാണ് ചെയ്യണത്. ആ ഉണ്ണികളുടെ സാക്ഷാൽ യോഗേശ്വരനായിരിക്കുന്ന ആ ഭഗവാന്റെ രാമകൃഷ്ണ സ്വരൂപങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടി വരണതും എന്നെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കണതും ഇതാ എനിക്കിപ്പോൾ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയച്ചാന്ന് പറഞ്ഞ് വിളിക്കണതും ഒക്കെ എനിക്കിതാ ഈ മനസ്സിലിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അക്രൂരനത നൃത്തം വയ്ക്കാൻ തുടങ്ങി. ആ തേരിലിങ്ങനെ നൃത്തം വയ്ക്കുകയാണ്. സന്തോഷമായ അക്രൂരന് ലക്ഷണങ്ങൾ അനുകൂലമാണെന്നും പറഞ്ഞു. അതെന്താ? തേരിങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് ഒരു കൂട്ടം മാനുകളിങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. ആരെയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്? ഈ തേരോട് കൂടിയിട്ട് അക്രൂരനെങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു ലക്ഷണമാണ്. ഇന്ന് അധികം താമസമാവണതിന് മുമ്പ് ഒരു മംഗളം സംഭവിക്കാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹം ഈ വൃന്ദാവനത്തിൽ എത്തിയത്. ശ്രദ്ധിക്കണേ, ഈ മധുരാപുരി എന്ന വൃന്ദാവനത്തിലേക്ക് അത്ര അധികം ദൂരമൊന്നുമില്ല, പോയവർക്കൊക്കെ അറിയാം. ഈ മധുരാപുരി എന്ന വൃന്ദാവനത്തിലേക്ക് കഷ്ടിച്ച് 18 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു കുതിരവണ്ടിക്കാണെങ്കിൽ പരമാവധി ഒരു 1.5 മണിക്കൂർ സമയം, അതിൽ കൂടുതലൊന്നും വേണ്ടേ. അപ്പോൾ പ്രഭാതത്തിൽ ഇറങ്ങിയ അക്രൂരൻ വൈകുന്നേരമായി അവിടെ എത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇങ്ങനെ കുതിരകൾ അവർക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടെയൊക്കെ പോയി ഇദ്ദേഹമാണെങ്കിൽ മനസ്സുകൊണ്ട് വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞു. സമയം പോയതറിഞ്ഞില്ല, വൈകുന്നേരമായത് അറിഞ്ഞില്ല, ഒടുക്കം വൃന്ദാവനത്തിലെത്തി. വൃന്ദാവനത്തിയ സമയത്ത് ചിന്തിച്ചു, ഇനി എവിടെ പോയാലാണ് ആ കൃഷ്ണനെ കാണാൻ പറ്റുക. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു, എവിടെയാണോ ഈ പശുവിനെ കറക്കണത് അവിടെയാണ് ഈ കൃഷ്ണൻ ഉണ്ടാവുക. നല്ല പാകം. ഒരു ഗോശാലയുടെ മുമ്പിലാണ് ഇദ്ദേഹം രഥത്തിൽ നിന്ന് താഴത്തിറങ്ങിയത്. ഒരു ഗോപികയാണെങ്കിൽ ഒരു പാത്രമായിട്ട് ആ ഗോശാല ലക്ഷ്യമാക്കി ഇങ്ങനെ പോകണമുണ്ട്. അവരുടെ പുറകെ പോയി. അപ്പോഴോ ഈ ഗോശാലയുടെ വാതുക്കൽ 2 മിടുക്കന്മാരിയ്ക്കുന്നുണ്ട്. ഒന്ന് കറുത്തിട്ട, ഒന്ന് വെളുത്തിട്ട. ഈ വെളുത്ത ആൾ നീല വസ്ത്രം ചുറ്റിയിട്ടുണ്ട്, ഈ കറുത്ത ആളാണെങ്കിൽ മഞ്ഞ വസ്ത്രവും ചുറ്റിയിട്ടുണ്ട്. രാമകൃഷ്ണന്മാർ ഓടി ആ അക്രൂരൻ്റെ കയ്യങ്ങട്ട് പിടിച്ചു, ഒന്ന് നന്നായിട്ട് ആലിംഗനം ചെയ്തു. തൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചതുപോലെ തോന്നി ആ അക്രൂരന്. രാമകൃഷ്ണന്മാർ ആ അക്രൂരനെയും കൂട്ടി നേരെ ഭവനത്തിലേക്ക് പോയി. ഭക്ഷണം, വിശ്രമം ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഈ നന്ദഗോപര് അവിടെ വന്നു. നന്ദഗോപരും ഈ അക്രൂരനെ ഒന്ന് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, അക്രൂരരെ, സാധാരണ ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്താണെന്നറിയില്ല, അങ്ങയോട് സുഖമാണോ എന്ന് ചോദിക്കാൻ ഇപ്പം എനിക്ക് തോന്നണില്ല. എന്നാ അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിക്കേണ്ടപ്പോൾ, അതെന്താ? കംസൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലേ എന്നാ. എന്തേ അങ്ങനെ ചോദിച്ചത്? ഈ കംസൻ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം നിങ്ങളെപ്പോലെയുള്ളവർക്കൊന്നും വലിയ സുഖം ഉണ്ടാവില്ല എന്ന് അറിയാം. അതുകൊണ്ടാണ് സുഖമാണോ ചോദിക്കാത്തത്. ഇനിയിപ്പോൾ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കണത് ഏതുപോലെ എന്ന് വെച്ചാൽ, അറവുശാലക്കാരൻ്റെ വീട്ടിൽ കെട്ടിയിട്ട ആടിനോട് പോയിട്ട് സുഖമാണോ എന്ന് ചോദിക്കണ പോലെയാണ്. അതിനോട് സുഖമാണോ ചോദിച്ചിട്ട് എന്താ കാര്യം? അടുത്ത നിമിഷം ഈ പ്രാണിയുടെ കഴുത്തിൽ കത്തി വീഴാനുള്ളതാണ്. അതിനോട് പോയിട്ട് സുഖമാണോ 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 എന്ന് ചോദിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഇതേപോലെയാണ് എപ്പോഴൊക്കെയാണ് ഈ കംസൻ്റെ തല്ല് നിങ്ങൾക്ക് കൊള്ളുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തോന്നണില്ല നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ. എന്നാലും സാമാന്യേന എന്തെങ്കിലും ചോദിക്കണ്ടേ, അതുകൊണ്ട് വെറുതെ ചോദിക്കണോ? ക്ഷേമം തന്നെയല്ലേ. അക്രൂരനെ അവിടെ ഒരു ഭാഗത്ത് പിടിച്ചിരുത്തി. നന്ദഗോപര് അങ്ങോട്ട് നീങ്ങി. ശുകദേവർ പറഞ്ഞു, ഒരു ഭക്തന് കിട്ടാത്തതായിട്ട് എന്താ ഉള്ളത്? എന്തും കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന.
ഒരു ഭക്തന് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. എന്താണോ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് ഭഗവാനത് സാധ്യമാക്കി കൊടുത്തിരിക്കും. ഭഗവാൻ പതുക്കെ അക്രൂരിൻ്റെ അടുത്ത് പോയി ആ കൈയൊന്ന് പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. ചോദിച്ചു, താത സൗമ്യാഗത കച്ചിത് സ്വാഗതം ഭദ്രമസ്തുവാ. അവിടുന്ന് അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മധുരയിലാണ് അങ്ങ് കഴിയണതെന്നൊക്കെ അറിയാം, പ്രത്യേകിച്ച് അങ്ങേക്ക് വിഷമമൊന്നുമില്ലല്ലോ, അങ്ങയുടെ യാത്രയൊക്കെ സുഖകരമായിരുന്നില്ലേ? ആ മധുരാപുരിയിൽ നിന്ന് വൃന്ദാവനം വരെയുള്ള ആ യാത്രയൊക്കെ സുഖകരമായിരുന്നില്ലേ? ആട്ടെ, അവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ? എവിടെ മധുരയിൽ എൻ്റെ അമ്മാവൻ അവിടെ എന്താ ചെയ്യണത്? എൻ്റെ ആ കംസനെ അമ്മാവൻ അവിടെ എന്താ ചെയ്യണത്? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാതാപിതാക്കൾ അതുപോലെ മുത്തശ്ശൻ ഇവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ഉള്ള കാര്യം അറിയാം. 6 കുട്ടികളാണ് അവർക്ക് ഇല്ലാണ്ടായി തീർന്നത്. ഇതിനൊക്കെ കാരണം ഞാൻ തന്നെയല്ലേ? അതും എൻ്റെ ഉള്ളിൽ തോന്നായികയില്ല. ആട്ടെ, അങ്ങ് ഇവിടെ വന്നതിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? എന്തെങ്കിലും പ്രത്യേക ആവശ്യമായിട്ടാണോ അങ്ങിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? എങ്കിലത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ശുദ്ധനാണ് അക്രൂരൻ. അദ്ദേഹത്തിന് ഒന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ അറിയില്ല. ഇപ്പോൾ സാധാരണ മലയാളത്തിൽ പറയും ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയും. അതങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അവരുടെ ഉള്ളിലെ രഹസ്യങ്ങളായിട്ട് ഒന്നുമില്ല, ഒക്കെ പരസ്യമാണ്. ഇവിടെ അക്രൂരൻ പറഞ്ഞു, മക്കളെ, ഞാൻ എന്തിനാ വന്നറിയോ? നിങ്ങളുടെ അമ്മാവൻ കംസൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു ധനുർയാഗം കഴിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി എന്തിനാണ് ആ ധനുർയാഗം അദ്ദേഹം കഴിക്കണത്? നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ആനയുണ്ട്. 10,000 ആനയുടെ ബലമാണ് ആ ഒറ്റ ആനയ്ക്ക്, കുവലയാപീഠം. മിക്കവാറും ആ ആന നിങ്ങളെ ചവിട്ടിക്കൊല്ലാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുത്തിക്കൊല്ലാൻ സാധ്യതയുണ്ട്. അല്ല, നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതുക. എങ്കിൽ നിങ്ങളെ തല്ലാനായിട്ട് ഉഗ്രന്മാരായിരിക്കുന്ന മല്ലന്മാരെ കംസൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് ചാണൂരൻ, മുഷ്ടികൻ മുതലായിരിക്കുന്നവർ. അവർ നിങ്ങളെ ഇല്ലാതാക്കി തീർക്കും. ഇനി അതുമല്ല എന്ന് വയ്ക്കുക, അതുമല്ലെങ്കിൽ ഈ കംസൻ ഇനി പിന്നുകൂടെ വന്നിട്ടായാലും വേണ്ടില്ല, ഏതെങ്കിലും വഴിക്ക് നിങ്ങളെ ഇടിച്ചിട്ടോ കുത്തിയിട്ടോ എങ്ങനെയെങ്കിലും കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണ്ടെന്ന് അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പറഞ്ഞു കേട്ടോന്നാ. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. ഏതായാലും യാത്രയ്ക്ക് പുറപ്പെടാം. നാളെ പ്രഭാതം, ഇന്നിപ്പോൾ വൈകുന്നേരമായില്ലേ, നാളെ പ്രഭാതത്തിൽ നമുക്ക് പോകാം. അക്രൂരൻ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഗോപന്മാരെ ഏർപ്പാടാക്കണം, ഗോരസങ്ങൾ ധാരാളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തയ്യാറാക്കി. അങ്ങനെ ആ മധുരയുടെ കൊടി വെച്ചതായിരിക്കുന്ന ഒരു തേര് ആ നന്ദഭവനത്തിൻ്റെ അവിടെ നിൽക്കുന്നത് കണ്ടു. ആരാ കണ്ടത്? നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ഈ ഗോപീജനങ്ങൾ, ഗോപസ്ത്രീകൾ. അവർക്ക് ആകെ കൂടി സങ്കടമായി. പ്രഭാതാവണവരെ കാത്തിരിക്കാച്ചു. രാമകൃഷ്ണന്മാർ ആ തേരിൽ കയറി ഇരിക്കണമുണ്ട്. കഷ്ടം തോന്നി ആ ഗോപസ്ത്രീകൾക്ക്. അവർ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അവർ പറഞ്ഞു, അഹോ വിധാത തവനക്കുചിദ്ദയ സംയോജ്യ മൈത്ര്യ പ്രണയേന ദേഹിന താംശ്ച കൃതാർത്ഥാൻ വിയുനങ്ക്ഷ്യപാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ. ഹേ ബ്രഹ്മാവേ, അങ്ങ് ലവലേശം പോലും കാരുണ്യമില്ലാത്തവനായിട്ട് തീർന്നില്ലേ? അങ്ങ് എന്താ ചെയ്യണത്? ഈ ഉലകത്തിലെ ഈ പ്രാണികളെ സൃഷ്ടിക്കണോ, എന്നിട്ട് പ്രേമം കൊണ്ടും സ്നേഹം കൊണ്ടും മൈത്രീഭാവം കൊണ്ടും അവർ തമ്മിലിങ്ങനെ യോജിപ്പിക്കുക. അടുത്ത ക്ഷണം ഇവരെ തമ്മിൽ പിരിക്കുക, തെറ്റിപ്പിക്കുക. എന്നിട്ടോ ഇത് കണ്ട് ആനന്ദിക്കുകയല്ലേ അങ്ങ് ചെയ്യണത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് കരയുക. അതിനിടയ്ക്ക് മറ്റൊരു ഗോപിക പറഞ്ഞു, ആരാ ആ കൃഷ്ണനെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത്? ക്രൂരൻ. അത് അക്രൂരനല്ല, അത് മഹാക്രൂരനാണ്. വേറൊരു ഗോപിക പറഞ്ഞു, എന്തിനാ വെറുതെ ബ്രഹ്മാവിനെയും ഈ അക്രൂരനെയൊക്കെ പിഴയ്ക്കണത്? ആ കൃഷ്ണൻ പോവാൻ നിന്നിട്ടല്ലേ? ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവോ?
ആ കൃഷ്ണൻ പോകാൻ നിന്നിട്ടല്ലേ. ഏതായാലും കാത്തിരിക്കുക. നമ്മളൊക്കെ ആ ഭഗവാന്റെ പ്രേയസികളാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാവാനും പാടില്ല. കാത്തിരിക്കുക നമുക്കെന്നാണ്. ഭഗവാൻ ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ തടയരുത്, പോയിക്കോട്ടെ. അതാണ് അവിടുത്തെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ബലാത്കാരേണ ആ രാമകൃഷ്ണന്മാരെ കൊണ്ടുപോവുകയാണെങ്കിലോ ഇവിടുന്ന് വിടരുതെന്ന് നമ്മൾ കുറേ പേരുണ്ട്. വിടരുത്, ഇവിടെ പിടിച്ചു വെക്കണം, തടയണം. ഗോപികളുടെ ആ മനസ്സ് അറിഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ചില ഗോപന്മാർ വഴി ആ ഗോപികൾക്ക് ഒരു സന്ദേശം കൊടുത്തു വിട്ടു എന്ന് മാത്രമല്ല, ആ തൃക്കണ്ണുകൊണ്ട് ആ ഗോപികളെയൊക്കെ ഒന്ന് കടാക്ഷിച്ചു. ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി. അവർ തൊഴുതു നിന്നു ആ ഭഗവാനെ യാത്രയാക്കുകയാണ്. അന്ന് ആ വൃന്ദാവനം മുഴുവൻ നിറഞ്ഞു കേട്ടു ഈ നാമങ്ങൾ. വിസർജലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. നിറഞ്ഞു കേട്ടു ഗോവിന്ദ ദാമോദര മാധവ, ഈ നാമം നിറഞ്ഞങ്ങോട്ട് കേട്ടു. അവർ വഴി മാറിക്കൊടുത്തു. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആ രഥത്തെ തന്നെ നോക്കി നിന്നു. അങ്ങനെ കാളിന്തിയുടെ തീരത്തെത്തി. മാധ്യാഹ്നികത്തിനുള്ള സമയമായി, ഉപസ്ഥാനത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞ് അക്രൂരൻ കാളിന്തിയിലേക്ക് കുളിക്കാനായിട്ട് പോയി. ആ പ്രഭാതത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഉച്ചയോടടുത്തു ഈ കാളിന്തിയുടെ അടുത്തെത്താൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക, ആ ഗോപികളെയൊക്കെ നന്നായിട്ട് അനുഗ്രഹിച്ച് അവരെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ അവിടുന്ന് പുറപ്പെട്ടു പോയത്. രഥം കാളിന്തിയുടെ തീരത്തൊരു ഭാഗത്ത് നിർത്തി. അക്രൂരൻ പറഞ്ഞു, രാമകൃഷ്ണന്മാരെ ഞാനൊന്ന് കുളിക്കട്ടെ എന്നും പറഞ്ഞ് സ്നാനത്തിനായിട്ട് കാളിന്തിയിലേക്ക്, യമുനാ നദിയിലേക്ക് ഇറങ്ങി. ഒന്ന് മുങ്ങിയതേ ഉള്ളൂ. ഒന്ന് മുങ്ങിയപ്പോഴേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഈ രാമകൃഷ്ണന്മാർ. ആകൊരു പേടി തോന്നി. പതുക്കെ മുകളിലേക്ക് വന്നു. ആ തേർത്തട്ടിലേക്ക് നോക്കി. തേർത്തട്ടിലേക്ക് നോക്കിയ സമയത്ത് കയ്യും കെട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഉണ്ണികളെ രാമകൃഷ്ണന്മാരിയ്ക്കുന്നുണ്ട്. എന്താ ചെറിയച്ചാന്നുള്ള ഭാവത്തിൽ നോക്കി ചിരിക്കണമുണ്ട്. ഒന്നുകൂടെ മുങ്ങി. ഒന്നുകൂടെ മുങ്ങിയ സമയത്ത് അതാ നല്ല വെളുത്ത ഒരു ശരീരം, നീല നിറത്തിലുള്ളൊരു വസ്ത്രം ചുറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് തലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. സാക്ഷാൽ അനന്തമൂർത്തിയെ കണ്ടു. അതിന് മുകളിലായിട്ട് പീതാംബരധാരിയായിരിക്കുന്ന ചതുർഭുജനായിരിക്കുന്ന ആ ഭഗവാനെയും അവിടെ കാണാൻ സാധിച്ചു. അക്രൂരൻ വീണ് നമസ്കരിച്ചു. അവിടുന്ന് എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയില്ല. എന്നാൽ അല്പബുദ്ധിയായിരിക്കുന്ന എനിക്ക് ഇത്ര മാത്രമേ പറയാനായിട്ട് അറിയുള്ളൂ. അവിടുത്തെ ഒന്ന് നമസ്കരിക്കണം. നതോസ്മ്യഹം ത്വാഖിലഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം എന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീത് യത ഏഷ ലോക. ആദിയിൽ എന്തുണ്ടായി? ഒന്നുമില്ല. എന്നാൽ ഒന്നുമില്ല എന്ന് പറയാൻ വയ്യ, ഒന്നുണ്ട്. ആ ഒന്നേ ഉള്ളൂ. ആ ഒന്നായിരിക്കുന്ന അവിടുത്തെ നാഭി എന്ന് ഒരു താമരയുണ്ടായി. ആ താമരയിൽ ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിൽ നിന്നാണ് പിന്നീട് ഞാനടക്കമുള്ള ഈ കാണുന്ന സർവ്വതും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ഉത്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും കാരണകാരമായിരിക്കുന്ന അവിടുത്തെ പാദത്തിൽ ഇതാ ഈ ഉള്ളവൻ നമസ്കരിക്കുകയാണ്. ത്വാം യോഗിനോ യജന്ത്യഗ്ധ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവ. ഓരോരുത്തർ ഓരോരോരോ മാർഗങ്ങളിലൂടെ അങ്ങയിലേക്ക് എത്തേണ്ട. ചിലർ യോഗ സാധനയിലൂടെയാണ് അങ്ങയിലേക്ക് എത്താനായിട്ട് കുതിക്കുന്നത്. എന്നാൽ ചിലർ കർമ്മകാണ്ഡത്തിലൂടെയാണ് അങ്ങയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ചിലർ യജ്ഞം, ദാനം,
പൂജ, ഹോമം മുതലായിരിക്കുന്ന മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് ഒന്നായിരിക്കുന്ന അങ്ങയെ പലതായി കണ്ടുകൊണ്ട് ആരാധിക്കാറുണ്ട്. എന്നാൽ ചിലരാവട്ടെ, അതായത് ജ്ഞാനികളാവട്ടെ, ജ്ഞാനികൾ സർവസ്വവും ത്യജിച്ചിട്ട് ജ്ഞാനയജ്ഞത്താൽ അങ്ങയെ പ്രാപിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലരാണെങ്കിലോ, ചിലർ ആ ബ്രഹ്മത്തെ ശിവമായി കണ്ടുകൊണ്ട് അവരവരുടെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ ഏതൊരു മാർഗ്ഗമാണോ നിർദ്ദേശിച്ചത് അതിനനുസരിച്ചുള്ള ആ മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ട് അങ്ങയിലേക്ക് എത്താൻ ശ്രമിക്കാറുണ്ട്. ഏതായാലും ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ മനസ്സിലാവുന്നൊരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവനായിട്ട് കണ്ടാലും, ഇനി വിഷ്ണുവായിട്ട് കണ്ടാലും, അയ്യപ്പനായിട്ട് ആരാധിച്ചാലും, ഭഗവതിയായിട്ട് ആരാധിച്ചാലും അവസാനം എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ. ഈ ശിവൻ, വിഷ്ണു, ഭഗവതി, അയ്യപ്പൻ എന്നൊക്കെ പറയണത് അവിടെ എത്തുന്നത് വരെയുള്ളൂ. അവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ നാമങ്ങളൊന്നും ഒരു പ്രസക്തിയില്ല എന്നാണ്. ആയതിനാൽ യഥാദ്രിപ്രഭവ നദ്യ പർജന്യപൂരിത പ്രഭോ വിശന്തി സർവതഃ സിന്ധും ത്വദ്വത്വാം ഗതയോന്തത. ഹേ, മഴത്തുള്ളികൾ പലയിടത്തും വീഴാറുണ്ട്. ഈ മഴത്തുള്ളികളാവട്ടെ അത് ചേർന്ന് അവസാനം അരുവിയാവാറുണ്ട്. ഈ അരുവി എല്ലാം കൂടി ചേർന്ന് അത് നദിയാവാറുണ്ട്. പല 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 വഴിക്ക് ഒഴുകി 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 അവസാനം ഇതെല്ലാം എവിടെയാണ് ചേരണത്? സാഗരത്തിലേ ഇതിന് ചേരാനുള്ളൂ. ഇതുപോലെ ചിന്തിച്ചാൽ അവരവർക്ക് പ്രാപ്യമായ മാർഗം ഏതാണോ, എളുപ്പമായിട്ട് തോന്നുന്ന മാർഗം ഏതാണോ, ആ മാർഗത്തിലൂടെ ചലിച്ച് 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 അവസാനം എത്തിച്ചേരേണ്ടത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രം ആ കേശവങ്കല, ആ ഭഗവാങ്കലാണ് അവസാനം നമുക്കെല്ലാം എത്തിച്ചേരേണ്ടത്. ആയതിനാൽ അവിടുത്തെ പാദത്തിൽ വീണ്ടും 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 നമസ്കരിക്കുകയാണ്. ഇന്ന് വരെ ഭഗവാൻ ഏത് അവതാരങ്ങളാണോ എടുത്തത് ആ അവതാര നാമങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട്, ആ അവതാര രൂപങ്ങളെയൊക്കെ സ്മരിച്ചുകൊണ്ട് ആ അക്രൂരൻ വീണ്ടും 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 അവിടെ അങ്ങ് നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദ ആ ഭഗവത് ദർശനത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷീകേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. ആ കാളിന്തിയിൽ മുങ്ങിയതായിരിക്കുന്ന അക്രൂരനെ ഭഗവാനത കൈ പിടിച്ച് ഉയർത്തി തന്നോടൊപ്പം ചേർത്ത് നിർത്തി വീണ്ടും ഒന്ന് ആലിംഗനം ചെയ്തു. നമുക്കും പ്രാർത്ഥിക്കാം ആ സർവേശ്വരനോട്, ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഈ സംസാരമാകുന്ന സാഗരത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുക നമ്മൾ. ദുഃഖമാകുന്ന ചുഴികൾ ഇവിടെയുണ്ട്, അതിലും ഇടയ്ക്ക് പെട്ടുപോകണം. അതിൽ നിന്നൊക്കെ നമ്മുടെ കർമ്മങ്ങളാകുന്ന ഈ കയ്യെ പിടിച്ച് ആ ഭഗവാൻ പിടിച്ച് ഉയർത്തി ആ ഒരു പരമലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കട്ടെ എന്ന് ആ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്രകാരമാണോ ആ അക്രൂരനെ ഭഗവാൻ അനുഗ്രഹിച്ചത് അതിൻ്റെ ചെറിയൊരു ഒരംശം നമുക്കും ലഭ്യമാകട്ടെ. അതിനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാത്മാവായ മള്ളിയൂർ തിരുമേനിയുടെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സാ പ്രാർത്ഥിക്കാം. ഭഗവാന്റെ ഒരു കൃപ, ഒരു കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ഈ ഒരു ചെറിയ സമയം ഇവിടെ വന്നിരുന്ന് അല്പസമയം നിങ്ങളായിട്ട്, പ്രിയ ബന്ധുക്കളായിട്ട് സംസാരിക്കാനായിട്ട് പറ്റി. ഒന്നും അറിഞ്ഞിട്ടല്ല, ഒരു മോഹം കൊണ്ടും ഒരു താല്പര്യം കൊണ്ടും ഈ ഒരു മേഖലയിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഇവിടെ തുടർന്നങ്ങോട്ടുള്ള സർവ്വ കാര്യക്രമങ്ങളിലും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം പരിപൂർണമായിട്ട് ബന്ധുമിത്രാദികളോടുകൂടി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.